Hello friends, welcome to my YouTube channel Andro Creations. എൻ്റെ പേര് അർജുൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ BootLoader അൺലോക്കിംഗുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ BootLoader അൺലോക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കുക. കാരണം എന്തെന്ന് പറയുന്നത് BootLoader അൺലോക്കിംഗ് കറക്റ്റായിട്ട് നമ്മൾ അറിയാതെ അതിനെക്കുറിച്ചുള്ള പ്രിക്കോഷൻസും മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിന് തന്നെ സ്ഥായിയായിട്ടുള്ള ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഫോണിലെ BootLoader എന്താണെന്നും BootLoader എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എന്താണ് ലോക്ക്ഡ് BootLoader എന്നും എന്താണ് അൺലോക്ക്ഡ് BootLoader എന്നും നമ്മുടെ ഫോണിലെ BootLoader അൺലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ BootLoader അൺലോക്ക് ചെയ്യുന്നത് ഏത് രീതിയിൽ ചെയ്യണം. ഓരോ ഫോണിൻ്റെ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ സേഫായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏത് രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, BootLoader അൺലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ BootLoaderനെ കുറിച്ച് എന്താണ് BootLoader എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ഫോൺ ഓണാക്കും, നമ്മുടെ ഓഫായിരിക്കുന്ന ഒരു ഫോൺ, ഇതേപോലെ ഓഫായിരിക്കുന്ന ഒരു ഫോൺ നമ്മൾ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓണാക്കും. ഇതേപോലെ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓണാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോൺ ഓണാകുന്നില്ല. ഒരു ബൂട്ടിംഗ് ലോഗോ, ഇതാണ് ബൂട്ടിംഗ് ലോഗോ എന്ന് പറയുന്നത്. MI ആണെങ്കിൽ MI, അതേപോലെ തന്നെ സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ലോഗോ, ഒരു ബൂട്ടിംഗ് ലോഗോ വന്നിട്ട് കുറേ നേരം നിൽക്കും. ഈ ഒരു കുറേ നേരം നിൽക്കുന്നത് ബൂട്ടിംഗ് അനിമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫോണിൽ പവർ ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്ത് ഓണാക്കിയാലും നമ്മുടെ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റായിട്ട് ഓണാകുന്നില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓണാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഓണാണ്. ഫോൺ ഓണാകുന്നത് വരെ ഓണാക്കുന്നതാണ് ബൂട്ടിംഗ് ചെയ്യുന്നത്. അത് ബൂട്ടിംഗ് നമ്മുടെ ബൂട്ടിംഗ് ഫയലുകളുണ്ട്, ആ ബൂട്ടിംഗ് ഫയൽ ഉപയോഗിച്ച് ഫോൺ ഓണാകും. ഇങ്ങനെ ഫോൺ ഓണായി കഴിഞ്ഞതിന് ശേഷം, ഇതേപോലെ ഫോൺ ഓണായതിന് ശേഷം മാത്രമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഫോണിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓണാകുന്നത്. അതായത് ഓണായ ഫോണിൽ മാത്രമേ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഫോൺ ഓണായ ശേഷം ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമ്മുടെ ഫോണിലേക്ക് ലോഡ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഒരു BootLoader ആണ്. ഈ ഫോൺ ഓണാകുന്നതിൻ്റെയും അതേപോലെ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് ഇടയ്ക്കാണ് BootLoaderൻ്റെ സ്ഥിതി. ബൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം BootLoader ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഓണാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു BootLoader എന്ന് പറയുന്നത് ഈ ഒരു BootLoader തന്നെ രണ്ട് രീതിയിലുണ്ട്, രണ്ട് തിരിച്ചിരിക്കുന്നത്. അതായത് ലോക്ക്ഡ് BootLoader എന്നും അൺലോക്ക്ഡ് BootLoader എന്നും. ഓക്കെ, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ലോക്ക്ഡ് BootLoader ആണ്. ഈ ലോക്ക്ഡ് BootLoader എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട്, നമ്മുടെ ഫോണിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട്, എക്സാമ്പിളായിട്ട് റൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ റിക്കവറി മോഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫ്ലാഷ് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൂട്ടിങ് കഴിഞ്ഞ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു BootLoader ചെക്ക് ചെയ്യും. എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ഫയലുകൾ നമ്മുടെ ഫോണിലേക്ക് ഫ്ലാഷ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലുകൾ മിസ്ലേനിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫയലുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തതിന് ശേഷം ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ BootLoader ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമ്മുടെ ഫോണിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഈ ലോക്ക്ഡ് BootLoader ആണെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്ത് കൊടുക്കുകയുള്ളൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ലോഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു മിസ്ലേനിയസ് ഫയൽ നമ്മുടെ ഫോണിലുണ്ട്, എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ അതിലേക്ക് കയറ്റിയിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ BootLoader ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ലോഡ് ചെയ്ത് കൊടുക്കത്തില്ല. ലോഡ് ചെയ്ത് കൊടുക്കാതെ എന്ത് ചെയ്യും, ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്നത് ഫോൺ ഓണാകാതെ ബൂട്ടിംഗ് മാത്രം നടന്നുകൊണ്ടിരിക്കും. ഒരു ലോഗോ മാത്രമായിട്ട് സ്ട്രക്കായിട്ട് ആ ലോഗോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ബൂട്ട് ലൂപ്പിലേക്ക് നമ്മുടെ ഫോൺ പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഫോൺ ഓണാകത്തില്ല, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയും ചിലപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയാകും, ചിലപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്താൽ പോലും നമുക്ക് ഫോൺ റെഡി ആകണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ ഫോണിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് BootLoader അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് മാറ്റവും ചെയ്യാൻ പാടുള്ളൂ. അതായത് ഫോൺ റൂട്ട് ചെയ്യുകയോ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുകയോ മറ്റെന്തെങ്കിലും ഫയലുകൾ ചെയ്യുകയോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് BootLoader അൺലോക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു BootLoader അൺലോക്കിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ BootLoader അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് രീതിയിൽ അൺലോക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ചും BootLoader അൺലോക്കിംഗ് രീതി വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഇത് സാംസങ് ഫോണാണ്. ഈ ഒരു സാംസങ് ഫോണ് BootLoader അൺലോക്ക് ചെയ്യണ പോലെ അല്ല ഈ ഒരു MI ഫോണിൻ്റെ ചെയ്യുക. MI ഫോണിൻ്റെ പോലെ അല്ല ഈ ഒരു ഓപ്പോ ഫോൺ ചെയ്യുക. അതായത് ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് മേക്ക് അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത്. ഇനി BootLoader അൺലോക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ADB വഴി, ADB ഫാസ്റ്റ് ബൂട്ട് കമാൻഡിങ് വഴി നമുക്ക് ചെയ്യാം. ഫാസ്റ്റ് ബൂട്ട്
ADB ഫാസ്റ്റ് ബൂട്ട് കമാൻഡിങ് വഴി ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാം. രണ്ടാമത് ഒരു കസ്റ്റം റിക്കവറി ഡയറക്റ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ട് നമുക്ക് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാം. കസ്റ്റം അതുപോലെ തന്നെ ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ ഫ്ലാഷിംഗ് ടൂൾസുകൾ ഉപയോഗിച്ചും ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാം. ഒഫീഷ്യലായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിൻ്റെ കമ്പനി ഏതാണോ അവരുടെ പെർമിഷനോടുകൂടി അവർക്കൊരു റിക്വസ്റ്റ് അയച്ചിട്ട് അവർ അതിന് നമ്മുടെ ഫോണിലെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നുള്ള പെർമിഷൻ തരികയും അതുവഴി അവരുടെ ഫ്ലാഷ് ടൂൾസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ADB കമാൻഡിങ് ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഒഫീഷ്യൽ രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യലായിട്ടുള്ള രീതി. അൺഒഫീഷ്യലായിട്ട് അവരുടെ അനുവാദം മേടിക്കാതെ തന്നെ ചില ഫ്ലാഷിംഗ് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് അൺഒഫീഷ്യലായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളിലൂടെയും നിങ്ങളുടെ ഫോണിലെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ ഏതാണ് ക്യാപ്പബിലിറ്റി, ഏതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്, ഇതാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അത് ഒഫീഷ്യലായിട്ട് ചെയ്യണോ അൺഒഫീഷ്യലായിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ഇനി എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്താണ് അറിയേണ്ടത്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിന് വാറൻറ്റി ഉണ്ടെങ്കിൽ വാറൻറ്റി നഷ്ടമാകും. നമ്മുടെ ഫോണിൻ്റെ വാറൻറ്റി നഷ്ടമാകും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസിന് പ്രശ്നങ്ങളുണ്ടാകും. സെക്യൂരിറ്റി 3 എന്ന് പറയുന്നത് നമ്മുടെ ഫോണ് ബ്രിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫയലുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ ചെയ്യുകയാണെങ്കിൽ ബ്രിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിൽ 80% കൂടുതൽ ബാറ്ററി ചാർജ് ഉണ്ടായിരിക്കും. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിനെ വളരെയേറെ കംപ്ലൈൻറ്റ് ആക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് 80% ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കണം. 2, നമ്മുടെ ഫോണിൻ്റെ പോർട്ട് ഒരു തരത്തിൽ ലൂസ് കോണ്ടാക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസോ ഉണ്ടാവരുത്. കാരണം നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് പോർട്ടിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ടിനോ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫയൽ ട്രാൻസാക്ഷന് പ്രശ്നമുണ്ടാവുകയും അത് തടസ്സപ്പെടുകയും ഫോണ് ബ്രിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 3 എന്ന് പറയുന്നത് നമ്മുടെ USB കേബിൾ, നല്ല ഒറിജിനൽ USB കേബിൾ തന്നെ ഉപയോഗിക്കണം. ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് USB കേബിൾ ഉപയോഗിക്കുന്നത് ഇത് ഫയൽ ട്രാൻസ്ഫർ ആവാനുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. അതുകൊണ്ട് USB കേബിൾ നല്ല പക്കായിരിക്കും. അതായത് നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന USB കേബിൾ നല്ല പക്കായിരിക്കും, നല്ലതായിരിക്കണം എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചിലർ ചോദിക്കാൻ നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ ഇല്ലാതെ PC ഇല്ലാതെ ചെയ്യാൻ സാധിക്കുമോ? നോ PC. നമ്മുടെ PC ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. എന്നാൽ PC ഇല്ലാതെ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഫോണുകളിൽ നിന്നും പറയുന്നില്ല, ചില ഫോണുകളിലൊക്കെ നമുക്ക് നമ്മുടെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബിജിഗർ മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ADB ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ 2 ഫോണുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് 2 ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്നിൽ ഫയലിട്ട് നമുക്ക് മറ്റൊരു OTG കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കുറച്ച് റിസ്കി ഫാക്ടർ കൂടുതലാണ്. എന്തെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ്, റിസ്കി ഫാക്ടർ കൂടുതലാണ്. PCI ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ റിസ്കി ഫാക്ടർ എനിക്ക് തോന്നുന്നത് PCI വെച്ച് ചെയ്യുന്നതിനേക്കാൾ റിസ്കി ഫാക്ടർ കൂടുതലാണ് നോ PC ഉപയോഗിച്ച് 2 ഫോണുകൾ കണക്ട് ചെയ്തുകൊണ്ട് ബിജിഗർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബൂട്ട് ലോഡറിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത വീഡിയോയിലൂടെ കൊണ്ട് ഓരോ ഫോണുകളും, ഒരു MI ഫോണുകൾ, ഒരു ഓപ്പോ ഫോൺ, ഒരു സാംസങ് ഫോൺ, അങ്ങനെയുള്ള ചില മോഡലുകളൊക്കെ, മെയിനായിട്ടുള്ള മോഡലുകളൊക്കെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അത് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബൂട്ട് ലോഡറെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ Instagram ID യുമായി കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.